വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മുസ്ലിം സ്ത്രീകളുടെ തട്ടം കണ്ട മുള്ളുമുരുക്കി കാഞ്ഞിരക്കൊലു വരെ പിടിച്ചു വലിച്ചു കീറാൻ നോക്കുകയാണിപ്പോൾ. മുസ്ലിമിനെ കുറിച്ച് ആർക്കും എന്തും പറയാം. അവരുടെ വിശ്വാസത്തെ പുറങ്കാല കൊണ്ട് തട്ടിത്തെറിപ്പിക്കാം. അത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അവരെ ഭീകരവാദികളാക്കാം, ജിഹാദികളാക്കാം. മുസ്ലിം ആയതിൻ്റെ പേരിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ആക്രമിക്കാം, തെറി പറയാം. അവരുടെ മാതാപിതാക്കളെ SDPIയും NDFും ഒക്കെ ആക്കി മാറ്റാം. അതിലിപ്പോൾ സംഘികളും ക്രിസംഘികളും ഒരു മെയ്യും ഒരു മനസ്സുമാണ്. ഒരു മുസ്ലിമിന്റെ മതേതരത്വവും ജനാധിപത്യവും മൗലിക അവകാശങ്ങളുമൊക്കെ ഏതുവരെയാകുമെന്ന് ഉള്ളിസുര ഇപ്പോൾ പറയുന്നുണ്ട്. ഉള്ളി പൊതുവെ നാറ്റക്കേസാണ്. പിന്നെ അത് ചെയ്യുക കൂടി ചെയ്താലോ? അത്രയും നാറിപ്പുഴുത്ത ഒരു ലോജിക്കുമില്ലാത്ത ലോജിക്കാണ് ഉള്ളി സംഘി ഇപ്പോൾ പറഞ്ഞത്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. കേട്ടെ, ഞാനിപ്പോൾ എൻ്റെ മക്കളെ തലയിലൊരു കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നാളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിലൊരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കുമോ? MESൽ സമ്മതിക്കുമോ? ക്രിസ്ത്യൻ സംഘങ്ങളെ സമ്മതിക്കും? പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതസ്വാതന്ത്ര്യം, അവർക്ക് പള്ളിയിൽ പോകാം, അവർക്ക് ആരാധന നടത്താം. ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക. അതല്ലേ നമ്മളെല്ലാം ചെയ്യേണ്ടത്. കാവിക്കോണകവും കുന്തവും ക്രൂഡിയുമൊക്കെയായി തന്റെ ഉള്ളിക്കുഞ്ഞുങ്ങളെ മുസ്ലിം സ്കൂളുകളിലേക്കും ക്രിസ്ത്യൻ സ്കൂളുകളിലേക്കും അയച്ചാൽ സമ്മതിക്കുമോ എന്നാണ് ചോദ്യം. കാവിക്കോണകവും കുന്തവും ക്രൂഡിയുമായി വന്നാൽ ഒരു സാധാരണ ഹിന്ദുവിന്റെ സ്കൂളിൽ പോലും സമ്മതിക്കില്ല ഇക്കാര്യങ്ങളൊന്നും. എന്നിട്ട് വേണ്ട ക്രിസ്ത്യൻ സ്കൂളും മുസ്ലിം മാനേജ്മെന്റും സമ്മതിക്കാൻ. അതിനൊറ്റ കാരണമേ ഉള്ളൂ സുരേട്ട. കാവി ഹിന്ദുവിന്റെ വസ്ത്രത്തിന്റെ നിറമല്ല. ഹിന്ദുവിന്റെ ഏതെങ്കിലും മതഗ്രന്ഥത്തിലോ പുരാണങ്ങളിലോ ഹിന്ദു കാവി ധരിക്കണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഹിന്ദുവിന് കാവിയെ ധരിക്കാവൂ എന്ന് വാശി പിടിക്കേണ്ടതുമില്ല. കാവി ധരിക്കുന്നത് ഹിന്ദു മതത്തിലെ സന്യാസികളാണ്. ലൗകിക ജീവിതം വെടിഞ്ഞ് ഹിന്ദു കാഷായം ധരിക്കുന്നത് ആത്മീയതയിലൂടെ ദൈവത്തിൽ വിലയം പ്രാപിക്കാനുള്ള വഴി തേടുമ്പോഴാണ്. അത്രയും കടുത്ത പരീക്ഷണങ്ങൾ ഉള്ളിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കണം സുരേട്ട. അതേസമയം മുസ്ലിം സ്ത്രീയും പുരുഷനും ഇന്ന രൂപത്തിലെ വസ്ത്രം ധരിക്കാവൂ എന്ന് മതം നിഷ്കർഷിക്കുന്നുണ്ട്. അങ്ങനെ നിഷ്കർഷിക്കുമ്പോൾ ആ മതം പ്രാക്ടീസ് ചെയ്യാൻ ഭരണഘടന അനുവദിക്കുന്ന അവകാശം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം വിലക്കിയതിനെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ തട്ടം വിലക്കുന്നത് ഭരണഘടന മുസ്ലിമിന് നൽകിയ മൗലിക അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും നിഷേധിക്കലാണ്. മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിന്റെ യൂണിഫോം ധരിക്കില്ല എന്ന് പറഞ്ഞു? ആരും അങ്ങനെ പറഞ്ഞില്ല. ഞങ്ങൾ കറുത്ത പർദ്ദയെ ധരിക്കൂ എന്നും പറയുന്നില്ല. ഇന്ന കളറിലുള്ള വസ്ത്രമേ ധരിക്കൂ എന്നും പറയുന്നില്ല. പകരം അവരുടെ മതം അനുശാസിക്കുന്ന തട്ടമിടാൻ, അതും ഈ സ്കൂൾ എന്ത് കളറാണോ ഉദ്ദേശിക്കുന്നത്, എന്ത് കളറാണോ പറയുന്നത്, ആ കളറിൽ തട്ടമിടാമെന്നാണ് പറയുന്നത്. എന്നിട്ടും നിങ്ങൾ വാശി പിടിക്കുന്നുവെങ്കിൽ അതിന്റെ പേരല്ലേ സംഘിസം? അതിന്റെ പേരല്ലേ അപരമത വിദ്വേഷം? ഇവിടെ എല്ലാവരും ഹിന്ദുവിന്റെ വേഷത്തിലേ ആകാവൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനാവുമോ? സുരേട്ടനെ കാവി എന്താണെന്ന് അറിയാനാവണം കാവി വാരി വലിച്ചെടുക്കാനുള്ള കോണകമാണെന്ന് പറഞ്ഞത്. കാവിയുടെ പവിത്രത അങ്ങേർക്കറിയില്ല. വിദ്യാർത്ഥികൾ ഹിന്ദു മതവിശ്വാസ പ്രകാരമാണെങ്കിൽ ധരിക്കേണ്ട വസ്ത്രം എന്താണെന്നും അദ്ദേഹത്തിന് അറിയില്ല. ഹിന്ദുമതത്തിൽ കാവ്യവസ്ത്രം ധരിക്കുന്നത് ഒരു വ്യക്തി ലൗകിക ജീവിതം വെടിഞ്ഞ് ആത്മീയ ജീവിതത്തിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചതിനെയും ലോക സമ്പർക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നതിനെയും സൂചിപ്പിക്കുന്നതാണ്. ഹിന്ദുവിന്റെ ജീവിതത്തിലെ 4 ആശ്രമങ്ങളാണുള്ളത്. അവ ഏതാണെന്ന് നമുക്ക് നോക്കാം. 1 ബ്രഹ്മചര്യാശ്രമം, 2 ഗൃഹസ്ഥാശ്രമം, 3 വാനപ്രസ്ഥാശ്രമം, 4 സന്യാസാശ്രമം. ഇതിൽ ബ്രഹ്മചര്യാശ്രമം അഥവാ വിദ്യാർത്ഥി കാലഘട്ടമാണ്. പ്രായം ബാല്യകാലം മുതൽ യുവാവ് വരെയുള്ള കാലം. ജീവിത ലക്ഷ്യം പഠനം, ശീലപരിശീലനം, ശാസ്ത്രജ്ഞാനം, ഗുരുശ്രദ്ധ എന്നിവയാണ്. വസ്ത്രം സാധാരണയായി വെളുത്ത വസ്ത്രവും ശുദ്ധിയും പാവിത്രത്തെയും സൂചിപ്പിക്കുന്നതാണിത്. ഈ സമയം ലോകസുഖങ്ങളിൽ നിന്ന് അകന്ന് പഠനത്തിലും ആത്മനിയന്ത്രണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത്രയെങ്കിലും ഉള്ളി മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുട്ടികളെ കാവിയുടുപ്പിച്ച് പള്ളിക്കൂടത്തിലേക്ക് അയക്കും എന്ന് പറയില്ലായിരുന്നു. ഗൃഹസ്ഥാശ്രമം അഥവാ ഗൃഹജീവിതം പ്രായം
വിവാഹാനന്തര ഘട്ടം. ലക്ഷ്യം കുടുംബം, തൊഴിൽ, ധർമ്മം, കാമം എന്നിവയിൽ ഉത്തരവാദിത്തം. വസ്ത്രം, സാധാരണ ജീവിതത്തിലെ വസ്ത്രം. ലോക സമ്പർക്കങ്ങളോട് ചേർന്ന അവസ്ഥ, മനോഭാവം, സമൂഹത്തോട് സേവാഭാവം, ധാർമ്മിക ഉത്തരവാദിത്തം എന്നിവയാണ്. വാനപ്രസ്ഥാശ്രമം അഥവാ വനവാസം. പ്രായം, മക്കൾ വളർന്ന് സ്വതന്ത്രരായ ശേഷം. ലക്ഷ്യം ലോകസുഖങ്ങളിൽ നിന്ന് പിന്നോട്ട് നീങ്ങി ആത്മചിന്തയിലേക്കുള്ള വഴിയൊരുക്കലാണ്. വസ്ത്രം ലളിതമായ മങ്ങിയ നിറത്തിലുള്ള വസ്ത്രം ത്യാഗത്തിനും അനാസക്തിക്കും അടയാളമാണത്. ജീവിതരീതി അല്പം സന്യാസത്തിന്റെ അഭ്യാസം ആരംഭിക്കുന്ന ഘട്ടം. അവസാനത്തേതാണ് സന്യാസാശ്രമം അഥവാ പൂർണ്ണ ത്യാഗത്തിന്റെ ഘട്ടം. ജീവിതത്തിന്റെ അവസാന ഘട്ടം ആത്മബോധനത്തിനും മോക്ഷത്തിനുമായി സമർപ്പണം. കാവ്യവസ്ത്രം ധരിക്കുന്നത് ഈ സമയത്താണ്. ലക്ഷ്യം ഞാൻ ഈ ലോകബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ നേടി എന്ന പ്രതിജ്ഞ. വസ്ത്രനിറം കാവ്യ അഥവാ കാഷായം. അഗ്നിയുടെ നിറം ത്യാഗത്തിന്റെ പ്രതീകം. ഇതിനർത്ഥം ലോകസമ്പർക്കങ്ങളിൽ നിന്ന് ദഹിപ്പിച്ച് ആത്മബോധനത്തിലേക്ക് ഞാൻ നീങ്ങി എന്നതാണ്. അതുകൊണ്ട് കാവ്യകളസത്തിന്റെയും കുറുവടിയുടെയും പേര് പറഞ്ഞ് പേടിപ്പിക്കല്ലേ സുരേട്ട. കാവി മോക്ഷത്തിന്റെ പ്രതീകമായി നിലനിൽക്കുമ്പോൾ ആ വേഷമിട്ട് മറ്റുള്ളവരുടെ ചോര ചിന്താൻ ശ്രമിക്കല്ലേ എന്നേ പറയാനുള്ളൂ.